ഇന്ത്യയുടെ നിർണായക നീക്കം. റഷ്യയ്ക്ക് ഇന്ത്യയുടെ വമ്പൻ മുന്നറിയിപ്പ്. നിർബന്ധിതമായി റഷ്യൻ സൈന്യത്തിൽ ചേർത്ത മുഴുവൻ ഇന്ത്യക്കാരെയും ഉടൻ തിരിച്ചയക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നു. വ്ളാഡിമിർ പുടിന് നരേന്ദ്രമോദിയുടെ വമ്പൻ സന്ദേശം. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരിട്ടിടപെടുകയാണ്. റഷ്യൻ സേനയിൽ കഴിഞ്ഞ ദിവസം ഒരു മലയാളി കൊല്ലപ്പെട്ടു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. തൃശൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടത് 2 ദിവസം മുമ്പാണ് കേരളത്തിലേക്ക് അറിയിപ്പ് ലഭിച്ചത്. തൃശ്ശൂരിൽ നിന്ന് മോസ്കോയിലേക്ക് ഇലക്ട്രീഷ്യൻ ജോലിക്ക് പോയ വ്യക്തിയാണ് ബിനിൽ. ആ ബിനിലിനെ നിർബന്ധിച്ച് റഷ്യൻ സേനയിൽ ചേർക്കുകയായിരുന്നു. റഷ്യൻ സേനയിൽ ചേരുകയും ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ മുൻനിരയിലേക്ക് എത്തിപ്പെടുകയും ചെയ്ത ഘട്ടത്തിലാണ് ഉക്രൈൻ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ ബിനിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ബിനിലിൻ്റെ അടുത്ത ബന്ധുവായ TK ജെയിൻ എന്ന വ്യക്തിക്ക് അതിഗുരുതരമായി പരിക്കേറ്റി പ്രദേശത്ത് തന്നെ ഉണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിൽ ഉക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ച ശേഷം 10-ലധികം ഇന്ത്യക്കാർ റഷ്യൻ സൈന്യത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇവരെല്ലാം പല ജോലികൾക്കായി പലയിടങ്ങളിൽ നിന്ന് റഷ്യയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിയവരാണ്. ഇവരെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി റഷ്യൻ സൈന്യത്തിൽ ചേർക്കുകയായിരുന്നു. ആവശ്യത്തിനുള്ള പരിശീലനങ്ങളില്ലാതെ അവരെ യുദ്ധത്തിൻ്റെ മുൻനിരയിലേക്ക് തള്ളിവിടുകയായിരുന്നു. ഉക്രൈൻ സേനയുടെ ആക്രമണത്തിൽ ഇവർ പലരും കൊല്ലപ്പെട്ടു. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി തൊഴിലാളികളായി എത്തിയവരെ നിർബന്ധിച്ച് സേനയിൽ ചേർക്കുകയാണ് റഷ്യ എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ മലയാളിയായ ബിനിൽ കൊല്ലപ്പെട്ടതോടുകൂടിയാണ് ഭാരത സർക്കാർ ഇത്തരത്തിൽ ശക്തമായൊരു ഇടപെടൽ ഇതിൽ നടത്താനുള്ള തീരുമാനമുണ്ടാക്കിയിരിക്കുന്നത്. നരേന്ദ്രമോദി നേരിട്ട് വ്ളാഡിമിർ പുടിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യക്കാരായിട്ടുള്ള നിങ്ങൾ നിർബന്ധിച്ച് റഷ്യൻ സൈന്യത്തിൽ ചേർത്ത മുഴുവൻ പേരെയും എത്രയും വേഗം തിരിച്ചയക്കുക. ഇന്ത്യക്കാരായിട്ടുള്ള നിരവധി പേർ ഇപ്പോഴും നിങ്ങളുടെ സൈന്യത്തിലുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. വിവിധ ജോലികൾക്കായി, അവരുടെ ഒരു നേരത്തെ അന്നത്തിനായി, കുടുംബത്തെ പോറ്റാനായി, മക്കളെ പോറ്റാനായി അവർ നിങ്ങളുടെ രാജ്യത്തേക്ക് എത്തിയവരാണ്. അവരെ നിർബന്ധിച്ച് നിങ്ങളുടെ സൈന്യത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തിക്കുന്നു. എതിരാളികളുടെ ശത്രു രാജ്യത്തിൻ്റെ ആയുധങ്ങൾക്ക് അവരെ ഇരയാക്കുന്നു. അങ്ങനെ ഒന്നും അറിയാത്ത നാട്ടിലുള്ള അവരുടെ കുടുംബങ്ങൾക്ക് കണ്ണീര് വീഴ്ത്തുന്നു. ഇത് കണ്ടു നിൽക്കാനാവില്ല. ഇന്ത്യയുടെ സന്ദേശം വളരെ വ്യക്തമാണ്. നരേന്ദ്രമോദിയുടെ വമ്പൻ സന്ദേശം വ്ളാഡിമിർ പുടിന് ലഭിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. എസ് ജയശങ്കർ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്ററെ ടെലിഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. എത്രയും വേഗം ഉക്രൈൻ യുദ്ധമുഖത്തുള്ള ഇന്ത്യക്കാരെ മുഴുവൻ പേരെയും തിരികെ രാജ്യത്തേക്ക് അയക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇന്ത്യയുടെ വമ്പൻ മുന്നറിയിപ്പ് റഷ്യയ്ക്ക് ലഭിച്ചിരിക്കുന്നു. റഷ്യയും ഇന്ത്യയും തമ്മിൽ സൗഹൃദപരമായ സമീപനങ്ങളുള്ള 2 രാജ്യങ്ങളാണ്. എല്ലാ കാലത്തും റഷ്യ എന്നത് ഇന്ത്യയുടെ ഉറ്റ തോഴരെന്ന് ഉറപ്പായും പറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ തുടക്കത്തിൽ തന്നെ റഷ്യയ്ക്ക് അനുകൂലമായ പല നിലപാടുകളും ഇന്ത്യ സ്വീകരിച്ചിരുന്നു. അതിൽ അമേരിക്കയ്ക്ക് അതൃപ്തിയും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഒരു ഇന്ത്യക്കാരനെയും യുദ്ധമുഖത്ത് നഷ്ടപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ജീവന് വലിയ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഇന്ത്യക്കാരൻ്റെയും ജീവൻ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും ഞങ്ങൾക്കുണ്ട്. ആ ബാധ്യതയും ഉത്തരവാദിത്വവും ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് റഷ്യയോട് ഇന്ത്യയുടെ കർശനമായ താക്കീതാണ്. നിങ്ങളുടെ സേനയിൽ നിങ്ങൾ നിർബന്ധിച്ച് ചേർത്തിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള മുഴുവൻ പൗരന്മാരെയും നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കണം. യുദ്ധമുഖത്ത് നിങ്ങൾ പിടിച്ചു വച്ചിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരെ നിങ്ങൾ വിട്ടയക്കണം. നിർബന്ധപൂർവം ഭീഷണിപ്പെടുത്തി നിങ്ങൾ സേനയിൽ ചേർത്ത പാവങ്ങളെ നിങ്ങൾ സേനയിൽ നിന്ന് പുറത്തു കടത്തി തിരികെ അവരവരുടെ നാട്ടിലേക്ക് പോകാൻ അനുവദിക്കണം. ഇതാണ് ഇപ്പോൾ ഇന്ത്യ റഷ്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ സന്ദേശം വ്ളാഡിമിർ പുടിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നരേന്ദ്രമോദി ശക്തമായ ഇടപെടൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ കോൺഗ്രസിൻ്റെ ചില ആവശ്യങ്ങളുണ്ടായിരുന്നു. അതായത് തൃശ്ശൂർ സ്വദേശിയായ ബിനിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ
രമേശ് ചെന്നിത്തല, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിക്ക് നേരിട്ട് കത്തെഴുതിയിരുന്നു. കേരളത്തിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ബിനിൽ ഒരു ജോലിക്ക് വേണ്ടിയാണ് റഷ്യയിൽ പോയത്. എന്നാൽ റഷ്യൻ സൈന്യം ബിനിലിനെ നിർബന്ധിച്ച് സൈന്യത്തിൽ ചേർത്തു, യുദ്ധത്തിലേർപ്പെടാൻ നിർബന്ധിച്ചു. അങ്ങനെ യുദ്ധമുഖത്ത് ബിനിൽ കൊല്ലപ്പെട്ടു. മറ്റൊരു സുഹൃത്തും ബന്ധുവും അവിടെ മരണത്തോട് മല്ലടിച്ച് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് കിടക്കുകയാണ്. ഇത്തരത്തിലുള്ള ആളുകളെ മുഴുവൻ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുന്നതിനും അവരുടെ ജീവനും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനും കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത്. രമേശ് ചെന്നിത്തലയുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിശക്തമായൊരു ഇടപെടലിന്, അതിശക്തമായൊരു നീക്കത്തിന് ഭാരതം നീങ്ങിയിരിക്കുന്നത്. ഇന്ത്യയുടെ വമ്പൻ നീക്കമെന്ന് ഉറപ്പിച്ചു പറയാം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ ശക്തമായ ഇടപെടലുണ്ടായിരിക്കുന്നു. ഇന്ത്യക്കാരായിട്ടുള്ള റഷ്യൻ സേനയിലുള്ള മുഴുവൻ പേരെയും തിരിച്ചയക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നു. നിർബന്ധപൂർവം നിങ്ങൾ ഭീഷണിപ്പെടുത്തി നിങ്ങൾ സേനയിൽ ചേർത്ത മലയാളികളടക്കം ഇന്ത്യക്കാരായിട്ടുള്ള മുഴുവൻ പേരെയും എത്രയും വേഗം വിട്ടയക്കണമെന്നാണ് വ്ളാഡിമിർ പുടിനോട് നരേന്ദ്രമോദി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്.